നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? ഇല്ല, ഞാൻ നീങ്ങി ഇരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാം. അതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണ്ടേ? എന്ത് തുടങ്ങും? നമുക്ക് ചായക്കട തുടങ്ങിയാലോ? അതിനെ ഒരു 4 പേര് വന്നിട്ട് 4 ചായ 2 കടിയും പറഞ്ഞാൽ എത്ര കൊടുക്കും? അല്ല, ഇപ്പൊ 4 ആൾക്കാർ 4 ചായ 4 കടിയും കൊടുത്താ പോരെ? എത്രയും കൊടുക്കും? 4 ചായ 4 കടി എത്രയും കൊടുക്കും? വേറെന്ത് പിടിക്കാം? ചായക്കട അല്ല, വേറെന്ത് തുടങ്ങും? നമ്മളിങ്ങനെ ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട്, അതായത് യുവാക്കൾക്കൊക്കെ ഹരം കൊടുക്കുന്ന തരത്തിലാണ്. നമ്മൾ റൂം എടുക്കുന്നു, ഐ മീൻ അതിനല്ല, നമ്മൾ റൂം എടുക്കുന്നു. അവിടെ നമുക്ക് ഗ്ലാസ് വെക്കാം, കുറച്ച് ബെഞ്ച്, കുറച്ച് പാൽ, കുറച്ച് വെള്ളം, കുറച്ച് ചായപ്പൊടി, കുറച്ച് ബാക്കി സാധനങ്ങളും. അല്ല, ഇത് ചായപ്പൊടി ഉണ്ടല്ലേ? അതല്ലേ, ഈ ചായപ്പൊടി ചെറുതായി കാണല്ലേ? ഇത് കഫേ. ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഫോറിൻ ആയിരിക്കും. ഇറാനിയൻ, തുർക്കിഷ്, അർജന്റീന, ബ്രസീലിയൻ. അത് വേണ്ട, അത് വേണ്ട. എടാ, നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഒന്നുമില്ലേ, നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് വച്ചല്ലേ എത്ര നമുക്ക് ഇൻസ്റ്റയിൽ റീലിട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. അതിനൊരു പേജ് ഉണ്ട്. പേജൊക്കെ തുടങ്ങാം, പക്ഷെ എന്ത് പേരിടും? എന്റെ കയ്യിൽ വെറൈറ്റി ഒരു പേരുണ്ട്. എന്ത്? മൊച്ചിങ്ങ. വേറെ പറ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇംഗ്ലീഷിൽ ചേർക്കാം. വേണ്ട, സ്മാർട്ട് ബോയ്സ്. സ്മാർട്ട് ബോയ്സ് ഒന്നും വേണ്ട, കുറച്ചുകൂടെ വെറൈറ്റി ആണോ? ഡേഞ്ചർ ബോയ്സ്. ഞാനൊരു പേര് തരാം, റസ്റ്റിക് ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട്? പേരൊക്കെയാണ്, അതിന്റെ മീനിങ് എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അർത്ഥമൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിലെ പേര് ഏതായാലും ഒരു വെയിറ്റുള്ള വാക്കാണ്. അതിനോട് ഒരു എന്റർടൈൻമെന്റിനോട് അടിപൊളിയാവും.